ഹലോ നമസ്കാരം, എല്ലാവർക്കും മധ്യമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ കൊല്ലം നടന്ന പോലെ തന്നെ ഒരു നമ്പൂതിരി മഹാസംഗമം നടക്കുകയാണ് കേട്ടോ. നാം 2024 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ട് ഒരുപാട് പേര് കണ്ട വീഡിയോസാണ് അതെല്ലാം. അപ്പോൾ അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ കാഴ്ചകളും കൈകൊട്ടിക്കളി മത്സരവും ഒരുപാട് മത്സരമുണ്ട്. കഥകളി, സംഗീതം, അഷ്ടപതി, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നടക്കേണ്ട. പുറത്ത് അടിപൊളിയായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ആദ്യമായി അഷ്ടപതി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ശ്യാം ഈറ്റിശ്ശേരി. അനേക നാരീ പരിരംഭ സംഭ്രമ സ്ഫുരൻ മനോഹാരി വിലാസലാലസം മുരാരിമാരാദുപദർശയന്ത്യസൗ സഖീ സമക്ഷം പുനരാഹ ചന്ദന ചർച്ചിത നീലകളേബര ചന്ദന ചർച്ചിത നീലകളേബര പീതവസന വനമാലി ചന്ദന ചർച്ചിത നീലകളേബര പീതവസന വനമാലി കേളിചരൻ മണികുണ്ടലമണ്ഡിത ഗണ്ഡയുഗളസ്മിത ശാലി ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ പീനപയോധര ഭാരഭരേണ ഹരിം പരിരപ്യ സരാഗം പീനപയോധര ഭാരഭരേണ ഹരിം പരിരപ്യ സരാഗം ഗോപവധൂരനുഗായതി കാച് ഉജഞ്ജിത പഞ്ചമ രാഗം ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ
കാപി വിലാസ വിലോല വിലോചന ഖേലന ജനിത മനോജം കാപി വിലാസ വിലോല വിലോചന ഖേലന ജനിത മനോജം ധ്യായതി മുഗ്ധ വധൂരധികം മധുസൂദന വദന സരോജം ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ കാപി വിലാസ വിലോല വിലോചന ഹേലന ജനിത മനോജം കാപി കപോലതലേ മിളിതാലപിതും കിമപി ശ്രുതിമൂലേ ചാരുചുചുംബ നിതംബവതി ദയിതം പുളകൈരനുകൂലേ ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ കരതലതാള തരള വലയാവലി കലിത കളസ്വന വംശേ കരതലതാള തരള വലയാവലി കലിത കളസ്വന വംശേ രാസരസേ സഹ നൃത്തപരാ ഹരിണാ യുവതി പ്രശംസേ ശ്ലിഷ്യതി കാമപി ചുംബതി കാമപി കാമപി രമയതി രാമാ ശ്ലിഷ്യതി കാമപി ചുംബതി കാമപി കാമപി രമയതി രാമാ പശ്യതി സസ്മിതചാരുപരാം അപരാം അനുഗച്ഛതി വാമാം ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ ശ്രീജയദേവ ഫണിതമിദമത്ഭുത കേശവ കേളി രഹസ്യം ശ്രീജയദേവ ഫണിതമിദമത്ഭുത കേശവ കേളി രഹസ്യം വിപിന വിനോദ കലാവലിതം വിതനോതു ശുഭാനി യശസ്യം ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപരേ
നാം 2024 ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർ സവിനയത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनूभिर्यशेम देवहितं यदायुः विश्वानि देव सवितर्दुरितानि परासुवा यद्भद्रं तन्न आसुवा मान एकस्मिन्नागसिमाद्वयोरुतत्रिषु वधीर्माशूरभूरिषु अद्धीदिन्द्रप्रस्थिते महावींषि जनो दधिष्वपचतोत सोमम् प्रयस्वन्ताः प्रतिहत्यामसि त्वा सत्याः सन्तु यजमानस्य कामाः अग्नेनयसु पथाराये अस्मान् विश्वानि देववयुनानि विद्वान्. ഈ ചടങ്ങിന് ഔപചാരികമായ സ്വാഗത പ്രഭാഷണത്തിനായി ശ്രീ നിധിൻ കൃഷ്ണ അവറുകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാം 2024 ചെയർമാനായിട്ടുള്ള ഹരിയേട്ടൻ, മലയാള ബ്രാഹ്മണ സമാജത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, യോഗക്ഷേമ സഭയുടെ ഭാരവാഹികൾ, ഇവിടെ ഇന്ന് ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വാങ്ങുവാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടി നാം 2024 ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ പുറമെ വലിയ പേമാരിയും മഴയും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ശാന്തമായിരുന്ന് ഇവിടെ ഇരുന്നതിൽ ഇതെല്ലാം ആസ്വദിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും ആദ്യം നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നാം 2024 ചെയർമാൻ ഹരിയേട്ടൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആര് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടാമതൊരു വാക്കില്ല. കാരണം കൂടെ നിന്നവർക്കെല്ലാം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും മുന്നിൽ നിന്ന് ഞാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം മാത്രമേ അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നുള്ളൂ: പ്രശ്നങ്ങൾ എപ്പോൾ ഉണ്ടെങ്കിലും എന്നോട് പറയുക, ഞാനുണ്ട് കൂടെ, മുന്നിൽ നിൽക്കാൻ ഞാനുണ്ട് എന്ന്. എവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടായോ അവിടെയെല്ലാം കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇത് ഒരു വൻ വിജയമായി തീരുക തന്നെ ചെയ്തു. ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മളുടെ പ്രിയപ്പെട്ട ഹരിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറെ ബഹുമാന്യനായ ബ്രഹ്മസംബടം നടുവിൽ മഠം സ്വാമിയാർ, പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർ, അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കാരണം ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹിക്കുവാൻ വേണ്ടി, കനിഞ്ഞൊഴുകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പൂജനീയ അച്യുത ഭാരതി സ്വാമിയാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് ഈ വേദിയിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കാണിപ്പയ്യൂർ
കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഗാർജുന ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപകനും നമ്പൂതിരിമാരുടെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ബിസിനസ് രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ട VG ദേവദാസ് നമ്പൂതിരിപ്പാട് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തേണ്ടിയിരുന്നിരുന്ന ബ്രഹ്മശ്രീ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി കേരളത്തിലെ പാചകക്കാരുടെ, ദേഹണ്ണക്കാരുടെ എല്ലാവരുടെയും ഗുരു എന്ന് വിളിക്കുന്ന ഏതാണ്ട് 30ഓളം വർഷം യുവജനോത്സവ വേദികളിൽ തിളങ്ങി നിന്ന ബ്രഹ്മശ്രീ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ വിനു മലമേൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് പഴങ്ങാമ്പറമ്പ് ഹരിയേട്ടന് ഇവിടെ എത്തിച്ചേരുവാനായി സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ, യോഗക്ഷേമ സഭയുടെ പ്രതിനിധിയെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. മാന്യ വ്യക്തിത്വത്തെയും ശ്രീ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി അഞ്ജലി വേണാട് അവരെ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള ബ്രാഹ്മണ സമാജത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ദീപേഷ് KN അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഒരു വലിയ കാര്യം, ഒരു വലിയ മനസ്സ് എന്ന് പറയുന്നത് 2 പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ സ്പോൺസർ ചെയ്തു. ശ്രീ ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിൻ്റെയും കഠോപനിഷത്തിൻ്റെയും ആയിരക്കണക്കിന് കോപ്പികൾ ഇവിടെ വരുന്ന എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്യും. ആ സന്ദേശം എല്ലാവരിലേക്കും എത്തണമെന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങിയ ശ്രീ ഡോക്ടർ PE ശ്രീധരൻ നമ്പൂതിരി അവരെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി, കോർഡിനേഷൻ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ ഇതിനെ വൻ വിജയമാക്കി തീർക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും, നമ്മളുടെ നമ്പൂതിരി ട്രസ്റ്റിൻ്റെ അംഗങ്ങളെയും, ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അംഗങ്ങളെയും, നമ്പൂതിരി സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നല്ല ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നമ്പൂതിരി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ഹരി N നമ്പൂതിരി അവരെ ക്ഷണിക്കുന്നു. പൂജനീയ അച്യുത ഭാരതി സ്വാമിയ, വേദിയിലുള്ള മറ്റ് മഹത്തുക്കളെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രിയ ബന്ധുക്കളെ, നമ്മളിപ്പോൾ 2ാം വർഷമാണ് ഇങ്ങനെയൊരു കൂടിച്ചേരൽ. കഴിഞ്ഞ വർഷം കൂത്താട്ടുകുളത്ത് എൻ്റെ ഇല്ലത്ത് വെച്ച് ഇങ്ങനെയൊരു കൂടലുണ്ടായി. 2ാമത്തെ വർഷം നമുക്ക് ഇവിടെ വീണ്ടും ഇങ്ങനെ കൂടാൻ ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നണേ ധാരാളം ആളുകൾ ഓൺ ദി വേ ആണ്. കാരണം മഴ രാവിലെ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളുകളൊന്നും മടിക്കുന്നുണ്ടോ വരണമെന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ മഴയൊരു പ്രശ്നമല്ല എന്നുള്ളത് ഇവിടെ വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആളുകൾ എന്തായാലും എത്തും. ഈ 2 ദിവസം, കഴിഞ്ഞ വർഷം നമ്മൾ 2 ദിവസം നമ്മളൊരു ആസ്വദിച്ച ഒരു സുഖം ഉണ്ടായിരുന്നു. കുടുംബത്തെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന്, എന്താണ് ആ സുഖം എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ആ സുഖം ആസ്വദിക്കുക എന്നുള്ളതാണ് ശരിക്കും നാം എന്ന നമ്മുടെ ഈ കാഴ്ചപ്പാടിൻ്റെ ലക്ഷ്യവും. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊത്തിരി മാറ്റങ്ങൾ, കാരണം വേറുന്നുണ്ട്, നമുക്കൊത്തിരി മാറ്റങ്ങൾ ഈ കൂടിച്ചേരലിൽ നമുക്കുണ്ടാവുന്നുണ്ട്. നാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോൾ ഇത് കൂടിച്ചേരുക, എല്ലാവരും ആദ്യം ഒരുമിച്ച് കൂടുക. ഒരുമിച്ച് കൂടിയതിന് ശേഷം ഓരോരുത്തർക്കും എന്തെല്ലാം വേണം, എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം ആഗ്രഹമുണ്ട്, ഓരോരുത്തർക്കും എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കാം അല്ലെങ്കിൽ ലഭിക്കണം എന്ന് ചിന്തിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ, അതാത് കാര്യങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയുക. നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയണവർക്ക് ആസ്വദിക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയണം, വിജ്ഞാനം നേടാൻ കഴിയേണ്ടവർക്ക് അതിന് കഴിയണം, കുട്ടികൾക്ക് കൂട്ടുകൂടാൻ കഴിയണം, സംസ്കാരം പഠിക്കാൻ കഴിയണം. നമ്മളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഫലമാണ് ഈ നാം 2023 24 ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഒരു വല്ലാത്ത ഒരു ഫീലാണ്.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം ഏട്ടാ എടത്തി അപ്പാന്നൊക്കെ വിളിക്കുമ്പോൾ കാരണം ഒരു എന്താ പറയുക ആ തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക്ക് നമുക്ക് വേറെ ഏത് തരത്തിലാണ് നമുക്ക് കണക്ക് പറയാൻ കഴിയുക, എന്ത് ഫോർമാലിറ്റിയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ വേദിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നും ഫോർമലായിട്ട് നമുക്ക് പറയാനില്ല. ആരോടാ സംസാരിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കാരണവന്മാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ അനിയന്മാരോട്, നമ്മുടെ കുട്ടികളോടാണ് സംസാരിക്കേണ്ടത്. ഇവരോടൊക്കെ എന്ത് ഫോർമാലിറ്റി നമ്മൾ കാണിക്കാം? അപ്പോൾ അത്തരം ഒരു തരത്തിലുള്ള ഫോർമാലിറ്റി ഇല്ലാത്ത 2 ദിവസം, ഈ 2 ദിവസത്തിൽ യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റി ഇല്ല. ഇവിടെയുള്ള ചർച്ചകളായിക്കോട്ടെ, കലാപരിപാടികളായിക്കോട്ടെ, അത് വേറുന്നുണ്ട്. അത് നമ്മുടെയാണ്, ഇത് നടത്തുന്നത് നമ്മളാണ്, ആസ്വദിക്കുന്നത് നമ്മളതാണ്, പറയുന്നതും കേൾക്കുന്നതും നമ്മളാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ് നാം. ആ നാം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് എല്ലാ കാലത്തും മുമ്പോട്ട് പോകാൻ നമുക്ക് ഇതുകൊണ്ട് കഴിയണം എന്നാണ് മോഹം. ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഈ വർഷവും നമ്മൾ ഈ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിൽ തന്നെയുള്ള വളരെയേറെ മഹത്തുക്കളുണ്ട്. അവരുടെ സ്വന്തം ജീവിതം മുഴുവൻ അവരുടെ കർമ്മമണ്ഡലത്തിൽ മാത്രം മാറ്റിവെച്ച ധാരാളം മഹത്തുക്കൾ. അവരെയൊക്കെ പലപ്പോഴും ഒരുപക്ഷെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഓർക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അവരെയൊക്കെ ഓർക്കുമ്പോഴും അവരെയൊക്കെ മനസ്സിലാക്കുമ്പോഴും അവരുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് അവർ നമ്മളെ ആദരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്തുമാത്രമാണ് കൂടുതൽ പഠിക്കുക എന്നും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നിവിടെ നിന്ന് നമ്മൾ 5 മഹത്തുക്കളെ നമ്മളിവിടെ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാമിയാരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് മഹത്തായ ഒരു കാലത്ത്, കാരണം അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു, ഭാഗവതോത്തമനായിരുന്നു. അപ്പോൾ ഒരു ജീവിതം മുഴുവൻ ശരിക്കും അതിലേക്ക് ആ ഒരു പ്രത്യേക മാർഗത്തിലേക്ക്, ഭഗവത് മാർഗത്തിലേക്ക് മാത്രം സഞ്ചരിച്ച് സ്വാമിയാരായിട്ടുള്ളൊരു മഹത്തുക്കളാണ് ഇന്നിവിടെ ഗുരുബോധനായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത്, നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന മഹത്തുക്കളെ പറ്റി പറയുകയാണെങ്കിൽ കാണിപ്പയ്യൂര് കൃഷ്ണേട്ടനെ പറ്റി ഞാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തെ അറിയാത്തവരാരും ഉണ്ടാവില്ല. എത്ര കാലമായിട്ട് ഈ ഒരു കർമ്മത്തിൽ അത്രയധികം അർപ്പിച്ച അദ്ദേഹത്തിനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വാങ്ങാനും കഴിയുക. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയില്ല ദാസേട്ടൻ VG ദേവദാസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥനാണെന്ന് തന്നെ പറയാം. ഞാനൊരു പക്ഷേ ഒരു വ്യവസായി ആയത് ദാസേട്ടനെ കണ്ടിട്ടാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഞാനൊരു പക്ഷേ 7ലോ 8ലോ പഠിക്കുന്ന കാലത്താണ് നാഗാർജുന ആരംഭിക്കുന്നത്. നാഗാർജുനയുടെ ആദ്യകാല കുറച്ച് പ്രൊഡക്ഷൻ എൻ്റെ ഇല്ലത്ത് വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടാണ്, ഒരുപക്ഷെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ കണ്ടും ഒക്കെയാണ് എനിക്ക് ഇതിനോട് അല്ലെങ്കിൽ ഒരു വ്യവസായി ആവണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നൊക്കെ ഒരു തോന്നലോ അല്ലെങ്കിൽ മോഹമോ എനിക്കുണ്ടായത്. അന്ന് എനിക്ക് പ്രായം 15 ഉള്ളൂ എന്നാൽ പോലും. അതുപോലെ തന്നെ ബാബു നമ്പൂതിരി, ബാബുവേട്ടനെ പറ്റിയും ഒന്നും പറയാനില്ല. ഞാൻ 1974 ജനിക്കുന്നത്. 1978 ബാബുവേട്ടൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 46 വർഷമായി. എൻ്റെ ഒരു ധാരണ ഒരുപക്ഷെ നമ്പൂതിരിമാരെ ഇടയ്ക്കുന്നുള്ള ആദ്യത്തെ നടൻ ബാബുവേട്ടനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ബാബുവേട്ടൻ സമ്മതിച്ചില്ല. കാരണം അതിനു മുമ്പ് പ്രേംജി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരുപക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അന്നും ഇന്ന് നമ്പൂതിരി എന്നുള്ളൊരു വാലുള്ള അല്ലെങ്കിൽ നമ്പൂതിരി എന്ന അഭിമാനത്തോടെ പറഞ്ഞ് അഭിനയിക്കാൻ പോയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തായാലും സംശയമാണ്. എത്രയെത്ര കഥാപാത്രങ്ങൾ, പഴയ കഥാപാത്രവും അന്നും ഇന്നുമുള്ള അഭിനയമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരൊരു മഹത്തിനേക്ക് നമുക്ക് ആദരിക്കാനോ അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കാനോ കഴിയുക ഒരു മഹാഭാഗ്യമാണ്. മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി ഇപ്പോൾ യുവജനോത്സവ വേദിയിൽ നമ്മൾ പഴയ മോഹനേട്ടനെ പറ്റിയാണ് നമ്മളിപ്പം കേൾക്കുക. പഴയ മോഹനേട്ടൻ യുവജനോത്സവത്തെ വേദികളിലെത്തിയിട്ട് കുറേ വർഷമായി, 10-15 വർഷമായി എന്ന് തോന്നുന്നു. അതിനു മുമ്പ് 25 വർഷത്തോളം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവജനോത്സവ വേദികളും അല്ലെങ്കിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു പേരാണ് മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്പൂതിരിമാരിൽ ദേഹരണത്തിന് നമ്പൂതിരിമാരെ ഏൽപ്പിക്കണം, നമ്പൂതിരിമാരാണ് ദേഹരണത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന
ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത് മലമേൽ ഏട്ടനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിയും ദേഹണവും എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹമാണ് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് അനുമോദിക്കാൻ അല്ലെങ്കിൽ ആദരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വേദിയിൽ സത്യത്തിൽ നമ്മൾ അവരെ ആദരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അവരുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവരെ നമസ്കരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം നമ്മളെല്ലാവർക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ തന്നെ നമുക്കും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി വടക്കില്ലം ദേവദാസ് നമ്പൂതിരിപ്പാടാണ്. അടുത്തതായി ബാബു നമ്പൂതിരിയാണ്. അടുത്തതായി മലമേൽ നീലകണ്ഠൻ നമ്പൂതിരി. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാമിൻ്റെ 2024 കുടുംബസംഗമം വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പം ശ്രീധരേട്ടൻ നൽകിയ പുസ്തകങ്ങൾ 2,000 കോപ്പി വീതം അദ്ദേഹം സൗജന്യമായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് കൂടി അറിയിച്ചു കൊള്ളുന്നു. ഈ ചടങ്ങിന് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീമതി രേഷ്മ നകുലിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ നാം 2024 നമ്പൂതിരി മഹാസംഗമം കൂട്ടായ്മയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹിച്ച മഹത് വ്യക്തികളെയും ഇതിൽ പങ്കെടുത്ത വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നന്ദി പറയുക എന്നതിനാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹരിയേട്ടൻ, അനുഗ്രഹ പ്രഭാഷണം ചൊരിയുന്നതിനായി എത്തിയ പൂജനീയ അച്യുത ഭാരതി സ്വാമ്യ, ഇന്നിവിടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ മഹത് വ്യക്തികളെ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നാം 2024 തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. ഇനി ഇന്നും നാളെയായിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഈ അവസരത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി ആശംസിക്കുക എന്ന ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഹരിയേട്ടന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർക്ക് ഈ സദസ്സിൻ്റെയും നാം 2024ൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും നാം 2024ൻ്റെയും നമ്പൂതിരി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സാമൂഹ്യ കൂട്ടായ്മയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നാം 2024ൻ്റെ വിജയത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഇനി എത്താൻ പോകുന്നവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. നാം 2024 നമ്പൂതിരി മഹാസംഗമം വൻ വിജയമായി തീരട്ടെ.
ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും നമുക്ക് എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രേഷ്മയ്ക്കും ഒരു നന്ദി. നാം 2024 ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് വേദി 1 മത്സരങ്ങൾ നടക്കുന്നു. ഈ സന്നിധി വളരെ ഭംഗിയായി തീർത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടന സമ്മേളനം ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.